ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് ഇനി വിക്ഷേപണ കാലം. അടുത്ത 3 വർഷത്തിനുള്ളിൽ 200 ഉപഗ്രഹങ്ങളെങ്കിലും കുറഞ്ഞത് വിക്ഷേപിക്കണം എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. നിലവിൽ 56 ഉപഗ്രഹങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഓരോ ദിവസവും കൂടുന്ന ആവശ്യങ്ങൾക്ക് ഇത് മതിയാകുന്നില്ല. കഴിഞ്ഞ വർഷം 6ഉം അതിനു മുൻപത്തെ വർഷം 5ഉം വിക്ഷേപണങ്ങളാണ് നടത്താനായത്. വിദേശത്ത് നിന്നുള്ള ഉപഗ്രഹ വിക്ഷേപണ ആവശ്യങ്ങളും കൂടിയിട്ടുണ്ട്. ഗഗൻയാൻ, ചന്ദ്രയാൻ, സ്പേസ് സ്റ്റേഷൻ തുടങ്ങിയ വലിയ ദൗത്യങ്ങളുടെ പിന്നാലെയാണ് ISRO ടീം. അതിനിടയിൽ PSLVയുടെ 2 വിക്ഷേപണങ്ങൾ പരാജയപ്പെടുകയും ചെയ്തതോടെ വിക്ഷേപണ കലണ്ടർ താളം തെറ്റിയിരിക്കുകയാണ്. അതേസമയം കേന്ദ്രം ഇത്തരത്തിലൊരു സമ്മർദ്ദം കലർന്ന നിർദ്ദേശം ISROയ്ക്ക് മുന്നിൽ വെക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ചൈനയുടെ ശക്തമായ പിന്തുണയോടെ പാകിസ്ഥാൻ തങ്ങളുടെ ബഹിരാകാശ നിരീക്ഷണ ശൃംഖല അതിവേഗം വികസിപ്പിക്കുന്നു എന്ന വിവരങ്ങളായിരിക്കാം. കഴിഞ്ഞ 16 മാസത്തിനിടെ ഇന്ത്യയെ നിരീക്ഷിക്കാൻ ശേഷിയുള്ള 6 ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് പാകിസ്ഥാൻ വിക്ഷേപിച്ചത്. എന്നാൽ ഇതേസമയം ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാനും അതിന്റെ പൂർണ്ണശേഷി വീണ്ടെടുക്കാനുമുള്ള പദ്ധതിയുമായി ISRO മുന്നോട്ട് തന്നെ പോവുകയാണ്. ദക്ഷിണേഷ്യൻ മേഖലയിലെ നിരീക്ഷണം, നാവിഗേഷൻ, ബഹിരാകാശ യുദ്ധതന്ത്രങ്ങൾ എന്നിവയിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള മത്സരം മുറുകുന്നതായാണ് ഈ നീക്കങ്ങളിലൂടെ വ്യക്തമാകുന്നത്. സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും ഉണ്ടാക്കി പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമം. നിലവിൽ 400 സ്റ്റാർട്ടപ്പുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ഈ മേഖലയിലുണ്ട്. അവയുടെ സഹായത്തോടെ ഒരു ശ്രമത്തിൽ 10ലേറെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ് ആലോചന. SSLV-A എന്ന ചെറു റോക്കറ്റ് ഉപയോഗിച്ച് കൂടുതൽ വിക്ഷേപണങ്ങൾക്കും ആലോചനയുണ്ട്. ഇന്ത്യക്ക് 196 ട്രാൻസ്പോണ്ടറുകളാണ് ഉള്ളത്. അതിൽ 126 സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. 33 പൊതുസേവനത്തിനും ബാക്കി സൈനിക ആവശ്യത്തിനുമാണ്. വാണിജ്യ സൈനിക ആവശ്യങ്ങൾക്കായി 500 ട്രാൻസ്പോണ്ടറുകളെങ്കിലും ആവശ്യമുണ്ട്. ട്രാൻസ്പോണ്ടറുകളുടെ കുറവിൽ വിദേശ ഉപഗ്രഹങ്ങളിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. 300 ട്രാൻസ്പോണ്ടറുകളെങ്കിലും വിക്ഷേപിക്കണം എന്നാണ് ISROയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഭൂമിയിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ച് കൂടിയ തരംഗ ദൈർഘ്യത്തോടെ നിശ്ചിത കേന്ദ്രത്തിലേക്ക് സ്വമേധയാ തിരിച്ചുവിടുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ട്രാൻസ്പോണ്ടറുകൾ. TV ചാനലുകൾ മുതൽ കപ്പലുകളിലെയും വിമാനങ്ങളിലെയും ഗതി നിർണയ സംവിധാനങ്ങൾ, എയർ ട്രാഫിക് കൺട്രോൾ, വാഹനങ്ങളിലെ ഫാസ്ടാഗുകൾ, ക്രെഡിറ്റ്, ഡെബിറ്റ് ബാങ്ക് കാർഡുകൾ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രവർത്തിക്കുന്നത് ട്രാൻസ്പോണ്ടറുകളെ ആശ്രയിച്ചാണ്. പരമ്പരാഗതമായി ബഹിരാകാശ രംഗത്ത് പിന്നിലായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയുടെ സഹായമുണ്ട്. ഇതോടെ പാകിസ്ഥാൻ ഒരു കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. ചൈനീസ് റോക്കറ്റുകളിലാണ് ഈ ഉപഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും വിക്ഷേപിച്ചത്. ഈ 6 ഉപഗ്രഹങ്ങളുടെ ശൃംഖല വഴി ഇന്ത്യൻ അതിർത്തികളെയും സൈനിക നീക്കങ്ങളിലെയും മാറ്റങ്ങൾ വളരെ കൃത്യതയോടെയും അടിക്കടിയും നിരീക്ഷിക്കാൻ പാകിസ്ഥാന് സാധിക്കും. ഈ കൂട്ടത്തിലെ PRSE-E03 ഏപ്രിൽ 2026 വിക്ഷേപിച്ചതുപോലുള്ള ഉപഗ്രഹങ്ങൾ ഉത്തരേന്ത്യയും ജമ്മു കാശ്മീരിനെയും ഒരു ദിവസം തന്നെ പലതവണ നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഭ്രമണപഥത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാത്രിയിലും പകലിലും ഒരുപോലെ നിരീക്ഷണം നടത്താൻ ശേഷിയുള്ള റഡാർ ഇമേജിംഗ് സാങ്കേതിക വിദ്യയും സാധാരണ ക്യാമറകൾക്ക് കണ്ടെത്താനാകാത്ത ഒളിപ്പിച്ചു വെച്ച വസ്തുക്കളെ തിരിച്ചറിയാൻ ശേഷിയുള്ള ഹൈപ്പർ സ്പെക്ട്രൽ സാങ്കേതിക വിദ്യയും ഈ ഉപഗ്രഹങ്ങളിൽ ഉണ്ട് എന്നതാണ് ഇന്ത്യയെ കൂടുതൽ ജാഗരൂകരാക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ GPS-ന് ബദലായി കാർഗിൽ യുദ്ധകാലത്തെ അനുഭവങ്ങളിൽ നിന്നും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സ്വന്തം നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. നിലവിൽ ചില സാങ്കേതിക പ്രതിസന്ധികൾ ഈ സംവിധാനത്തിൽ നേരിടുന്നുണ്ട്. ആദ്യ തലമുറയിലെ ചില ഉപഗ്രഹങ്ങളുടെ കാലാവധി അവസാനിക്കാറായതും അവയിലെ അതീവ കൃത്യതയുള്ള റുബീഡിയം അറ്റോമിക് ക്ലോക്കുകൾ കേടായതും നാവിഗേഷൻ കൃത്യതയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നിരീക്ഷണ ശൃംഖല ശക്തിപ്പെടുത്താനായി വിക്ഷേപിച്ച 2ാം തലമുറ ഉപഗ്രഹമായ NVS-02 പ്രൊപ്പൽഷൻ തകരാറുകൾ മൂലം കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചില്ല. ഇത് ISROയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ISROയുടെ വിശ്വസ്ത റോക്കറ്റായ PSLV ദൗത്യങ്ങളുണ്ടായ തുടർച്ചയായ 2 പരാജയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ടും പുതിയ വിക്ഷേപണങ്ങൾ വൈകുന്നു. ഈ പ്രതിസന്ധികളെ മറികടക്കാനും നാവിക് സംവിധാനം കൂടുതൽ ശക്തമായി പുനഃസ്ഥാപിക്കാനുമായി ബഹുമുഖ പദ്ധതികളാണ് ISROയുടെ പക്കലുള്ളത്. ശൃംഖലയിലെ പഴയ ഉപഗ്രഹങ്ങൾക്ക് പകരമായി NVS-03, NVS-04, NVS-05 എന്നീ 3 പുതിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ISRO ഒരുങ്ങുകയാണ്. മുൻപ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത അറ്റോമിക് ക്ലോക്കുകളാണ് പരാജയപ്പെട്ടത്. ഇതിന് പകരമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക റുബീഡിയം അറ്റോമിക് ക്ലോക്കുകൾ ഈ പുതിയ ഉപഗ്രഹങ്ങളിൽ ഉപയോഗിക്കും. ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ ഉള്ളത്. പുതിയ ഉപഗ്രഹങ്ങളിൽ L1 ഫ്രീക്വൻസി ബാൻഡ് ഉൾപ്പെടുത്തുന്നതോടെ സാധാരണ മൊബൈൽ ഫോണുകളിലും വാണിജ്യ ഉപകരണങ്ങളിലും നാവിക് സംവിധാനം കൂടുതൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.